സിറിയ പൂർണ്ണമായി പിടിച്ചെടുത്തെന്ന് വിമത ഇസ്ലാമിക് സൈനിക സംഘം. ബാഷർ അൽ അസദിന്റെ ദുർവാഴ്ചയിൽ നിന്ന് തലസ്ഥാനമായ ദമാസ്കസും മോചിപ്പിച്ചെന്ന് വിമതർ അവകാശപ്പെട്ടു. സിറിയൻ പ്രസിഡന്റ് രാജ്യം വിട്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ ചേരുകയാണ്. ബനീഷ, എന്താണ് സിറിയയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? സിറിയ പൂർണ്ണമായും പിടിച്ചെടുത്തു എന്നാണിപ്പോൾ വിമത ഇസ്ലാമിക് സൈനിക സംഘം അറിയിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്? ഈ പ്രസിഡന്റ് രാജ്യം വിട്ടു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ എത്രത്തോളം ശരിവെക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ? ലക്ഷ്മി പത്മ, സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണം അവസാനിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദമാസ്കസിലെ മെയിൻ സ്ക്വയറിൽ ആയിരക്കണക്കിന് പേർ ഒത്തുചേർന്നതും സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അസദ് രാജ്യം വിട്ടു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ എങ്ങോട്ട് പോയി എന്ന കാര്യം വ്യക്തമല്ല. അതേസമയം വിമാനം വെടിവെച്ചിട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇഡ്ലിബിൽ നിന്നും ആഭ്യന്തര യുദ്ധത്തിന്റെ അഗ്നി നീറിപ്പിടിക്കുന്നത് സിറിയയിൽ ബാഷർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഷിയ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന സുന്നി ഇസ്ലാമിക് സംഘടനയായ തഹ്രീർ അൽ ഷാമിന്റെ വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അസാദ് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന സംഘടനകളുടെ കൂട്ടായ്മയാണ് തഹ്രീർ അൽ ഷാം. 2016 സിറിയൻ സർക്കാർ സൈന്യം വിമത സൈന്യത്തെ തുരത്തി ഓടിച്ച ശേഷം ഇതാദ്യമായാണ് സിറിയയിൽ വലിയൊരു സർക്കാർ വിരുദ്ധ സൈനിക നീക്കം നടക്കുന്നത്. അലപ്പോ നഗരത്തിന്റെ നിയന്ത്രണം തഹ്രീർ അൽ ഷാം കൈക്കലാക്കിയെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും വിലയിരുത്തുന്നുണ്ട്. അതേസമയം അലപ്പോയിലും ഇദ്ലിബിലും തന്ത്രപ്രധാന പട്ടണങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചെന്നാണ് സിറിയൻ സർക്കാർ വ്യക്തമാക്കുന്നത്. ലക്ഷ്മി പത്മ, വൻ ശക്തികളുടെ പിന്തുണ സിറിയൻ സർക്കാരിന് ഉണ്ടായിരുന്നു. ഇറാൻ, റഷ്യ, തുർക്കി അടക്കമുള്ള വൻ ശക്തികളുടെ പിന്തുണ. എന്നിട്ടും അവിടെ വിമതസേന ഇത്തരത്തിൽ വലിയ മുന്നേറ്റം നടത്തിയതിനെ എങ്ങനെ വേണം വിലയിരുത്താൻ? പുറത്തു നിന്നുള്ള പിന്തുണ, പാശ്ചാത്യ ശക്തികളുടെ പിന്തുണ കിട്ടുന്നുണ്ട് അവർക്ക് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ബനീഷ? അതായത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോ ഇറാൻ ആയാലും ഹെസ്ബുള്ളയുടെ അടക്കം പിന്തുണയുള്ള ഒരു സംഘടനയല്ല സിറിയക്ക്. ഈ ഹെസ്ബുള്ളയുടെയും ഇറാന്റെ ഒക്കെ പിന്തുണയുണ്ടെങ്കിൽ പോലും ഈ സമയം ഹമാസും ഗാസയിൽ നടക്കുന്ന യുദ്ധവും അതേപോലെ ലെബനിൽ നടക്കുന്ന യുദ്ധവും എല്ലാം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സമയം നോക്കി ഇസ്രയേലിൽ യുദ്ധം നടക്കുന്ന സമയം നോക്കി ഈ വിമത സംഘടന സിറിയയിൽ മുന്നേറ്റം നടത്തുകയും അവർക്ക് അവിടെ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോ ഇറാൻ ആയാലും ഹെസ്ബുള്ള ആയാലും സിറിയൻ സർക്കാരിന്, ഇപ്പോൾ റഷ്യയിലായാലും സിറിയൻ സർക്കാരിന് പിന്തുണ നൽകുന്ന ശക്തികളെല്ലാം തന്നെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ സംഘർഷങ്ങളിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു പിന്തുണ സിറിയൻ സർക്കാരിന് ലഭിക്കുന്നില്ല. ഇതിനകം തന്നെ ഹെസ്ബുള്ള അടക്കമുള്ള ഇറാനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത്തരത്തിലൊരു പിന്തുണ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമതരുടെ ഒരു മുന്നേറ്റം കുറച്ചുകൂടി മുൻ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പെട്ടെന്ന് തന്നെ ദമാസ്കസ് പിടിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വിമതർക്ക് ലഭിക്കുന്നത്. ലക്ഷ്മി പത്മ, സിറിയ പൂർണ്ണമായും പിടിച്ചെടുത്തു എന്നാണ് വിമത ഇസ്ലാമിക് സൈനിക സംഘം അവകാശപ്പെടുന്നത്. ബാഷർ അൽ അസദിന്റെ ദുർവാഴ്ചയിൽ നിന്നും തലസ്ഥാനമായ ദമാസ്കസും മോചിപ്പിച്ചു എന്ന് വിമതർ അവകാശപ്പെടുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഓരോ സിറിയൻ പട്ടണവും വിമത സേന കീഴടക്കി കൈയടക്കി വരുന്നത് കണ്ടതാണ്. സിറിയൻ പ്രസിഡന്റ് രാജ്യം വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ അസദിന്റെ ഭരണം അവസാനിപ്പിച്ച് സിറിയ പിടിച്ചെടുത്തു എന്നാണ് വിമതർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ.